ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്തുള്ളൊരു പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് എന്ന് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയതാട്ടോ. അപ്പോൾ അവിടെ പോയപ്പോഴാണെങ്കിൽ നല്ല അടിപൊളിയാണ്. നമുക്ക് ഈ ചൂടത്ത് കുട്ടികൾക്കൊന്ന് റിലാക്സ് ചെയ്യാനും പിന്നെ എൻട്രി ഫീസൊന്നും ഇല്ലാതെ വാട്ടർ ആക്ടിവിറ്റി ഒക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നാൽ മതി. വളരെ നല്ല രീതിയിൽ മുന്നേ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പാർക്ക് ഓപ്പൺ ആക്കണത് വൈകുന്നേരം 4 മണിക്കാണ്, പിന്നെ 10 മണി വരെ ഉണ്ട് കേട്ടോ. ഈവനിങ് ടൈമിൽ ഈ പാർക്കിലെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ്. നമുക്ക് ഫാമിലി ആയിട്ട് വന്നിട്ട് ഇരുന്നൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഈ പാർക്കിൻ്റെ പേര് മുജറ പാർക്ക്. അതായത് നമ്മുടെ റെയിൻ റൂമൊക്കെ ഉണ്ടല്ലോ, ഷാർജ റെയിൻ റൂമിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ പാർക്ക് വരുന്നത്. ഒരു എൻട്രി ഫീസും കാര്യങ്ങളും ഒന്നുമില്ല, ഒക്കെ ഫ്രീ ആണ്. ഈ ചൂട് ക്ലൈമറ്റിൽ ഇങ്ങനെ ഒരു ഫ്രീ എൻട്രി പാർക്കുള്ളത് വളരെ നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പല പാർക്കുകളും ഇപ്പോൾ എന്ന് വെച്ചാൽ നല്ല എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ റേറ്റ് ഭയങ്കര എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റിലുള്ള എൻട്രി ടിക്കറ്റ് ആയിരിക്കില്ല, എൻട്രി റേറ്റ് ആയിരിക്കില്ല. പക്ഷേ ഈ ഒരു പാർക്കിൽ നമുക്ക് എൻട്രി ഫീസൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാനും ചൂടിൽ നിന്നൊക്കെ ഒരു എന്താ പറയുക ഒരു രക്ഷ നേടാനൊക്കെ എന്തായാലും ഇവിടെ പോയാൽ പറ്റും. മുന്നനോട് ആദ്യം പാർക്കിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവൾ നോർമലി ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ട പാർക്കില്ലേ അവിടെ പോകാമെന്നാണ് അവൾ ആദ്യം വിചാരിച്ചത്. ഇത്രത്തോളം വാട്ടർ ആക്ടിവിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആൾ നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ മുജറ പാർക്കിലേക്ക് വരാനുള്ള പ്ലാനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ റെയിൻ റൂമിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ഒക്കെ ചോദിച്ചു, നമുക്കൊന്ന് ഇവിടെ കയറിയാലോ, നമ്മൾ ഇത്ര അടുത്തായിട്ട് ഇതുവരെ ഒന്നും ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല, നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം ഇവിടെ പോയി നോക്കി. അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചപ്പോൾ 25 ദിറംസ് ആണ് ഒരാൾക്ക് വേണേൽ ടിക്കറ്റ് റേറ്റ്. പിന്നെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഓൾറെഡി ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് പിന്നെ പാർക്കിലേക്ക് പോയത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് അവർ ടൈം തന്നിട്ടുണ്ടാവും. ആ ടൈം ആകുമ്പോഴത്തേക്ക് നമ്മളവിടെ എത്തിയാൽ മതിയാവും. ഞാൻ ഈ ഒരു റെയിൻ റൂമിൻ്റെ ഉള്ളിൽ കയറാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഷാർജയിൽ വന്ന സമയം മുതലേ ഞാനിങ്ങനെ ഇക്കാക്കനോട് പറയാറുണ്ടായിരുന്നു നമുക്കൊന്ന് അവിടെ പോവുക, ഒന്ന് കാണാൻ പോവുക. കാരണം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എപ്പോഴും ഞാൻ ഇതിൻ്റെ വീഡിയോസ് ഇങ്ങനെ കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് പോലെയാണ് ഇവിടെ പോണത് തന്നെ. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ പോകാൻ തീരുമാനിച്ചപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. റെയിൻ റൂമെന്ന് പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ മഴയത്ത് നനയുന്നൊക്കെ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചുറ്റും മഴ പെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ മേത്ത് മഴ വീഴൂല, അതായത് മഴവെള്ളം വീഴൂല എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ മൂവ്മെൻറ്റ്സ് സെൻസർ വഴി അത് തിരിച്ചറിഞ്ഞിട്ട് വെള്ളം മാറി നിൽക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മളിതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ സെക്യൂരിറ്റി നമ്മളോട് ചോദിച്ചു ഫസ്റ്റ് ടൈം ആണോ വരുന്നത്. അപ്പോൾ നമ്മളോട് ഫസ്റ്റ് ടൈം ആണെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു തന്നു നമ്മളിങ്ങനെ സ്പീഡിൽ പോയാൽ എന്തായാലും മഴ നനയും, അതല്ല നമ്മൾ പതിയെ ഇങ്ങനെ നടക്കുമ്പോൾ മേത്ത് വെള്ളം ചാടൂല എന്നാണ് അയാൾ പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മളൊന്നിങ്ങനെ ഓടി നോക്കിയപ്പോൾ മേത്ത് നല്ല വെള്ളം ആവണുണ്ടായിരുന്നു. അതേസമയം പതിയെ നടന്നു പോകുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ മേത്താകൂല. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ചെറിയൊരു ഇരുട്ടും മഴയുടെ ആ ഒരു സൗണ്ടൊക്കെ ആയിട്ട് നല്ലൊരു അന്തരീക്ഷം നമുക്ക് ഫീൽ ചെയ്യും. ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. കാരണം നമ്മൾ ഓരോ ആംഗിളിൽ നിന്ന് എടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടും കേട്ടോ. ഇല്ല അല്ലേ? ഷാർജയിൽ വരുന്നവരുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് മസ്റ്റ് വിസിറ്റ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സ്പോട്ടിൽ നമ്മൾ ഒട്ടും പ്ലാൻഡായിട്ട് വന്നതല്ല, പക്ഷേ
പെട്ടെന്ന് ഇങ്ങനൊരു ഇങ്ങനെ നമ്മൾ പ്ലാൻ അല്ലാതെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി, നല്ല എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ ഇവിടെ കയറാൻ വേണ്ടിയിട്ട്. കാരണം കുറേ നാളായിട്ട് നമ്മൾ അതിൻ്റെ മുന്നിൽ കൂടി റോഡ് വഴി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇവിടെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് പോയി നോക്കണേ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും ടാറ്റ ബൈ.